എടി ദേവി, എടി ചക്കരെ, നിനക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. നീ എപ്പോഴും എന്നോട് പറയാറില്ലേ, ഏട്ടൻ എന്തിനായിട്ടാ ഇങ്ങനെ ഒരു 10 മണി വരെ കിടന്നുറങ്ങുന്നത്? നാളെ മുതൽ ഏട്ടൻ യോഗക്ക് പോകണം, നടക്കാൻ പോകണം. ഞാൻ ആലോചിച്ചപ്പോഴേ നീ പറയുന്നത് ശരിയാണെന്ന് തോന്നി. കാര്യം നീ എൻ്റെ ആരോഗ്യം നല്ല പോലെ ഇരിക്കാൻ വേണ്ടിയല്ലേ നീ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും നിൻ്റെ ആ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട്, നിന്നോടുള്ള ആത്മാർത്ഥ സ്നേഹം ഉള്ളത് കൊണ്ടൊക്കെ ഞാൻ നാളെ മുതൽ വെളുപ്പിനെ 4 മണിക്കെണീറ്റ് നടക്കാൻ പോകാൻ തീരുമാനിച്ചു. അതിനുശേഷം യോഗയും ചെയ്യാൻ തീരുമാനിച്ചു. എല്ലാം കഴിഞ്ഞ് ഞാൻ എങ്ങനെ ആയാലും ഒരു 8 മണിക്ക് ഞാൻ വീട്ടിലേക്ക് വരുള്ളൂ കേട്ടോ. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സന്തോഷമായില്ലേ? എടി, ഈ ഏട്ടൻ നീ പറയുന്ന പോലെ അനുസരിക്കൂ. ഞാനൊരു പാവമില്ല ദേവി. നീ ഇന്നലെ എന്താ പറഞ്ഞത്? ഏട്ടൻ ഇനിയൊന്നും നടക്കാൻ പോയില്ല എങ്കിൽ, യോഗ ചെയ്തില്ലെങ്കിൽ പച്ച വെള്ളം ഈ കുടുംബത്തിൽ നിന്ന് തരില്ലെന്നല്ലേ? ഞാൻ അപ്പം മുതലേ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു. എൻ്റെ ഒരു ഗതിയെ വല്ലാത്തൊരു ഗതികേടായി പോവുമല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് നീ പറയുന്നത് അനുസരിക്കാമെന്ന് കരുതി. എനിക്കിപ്പോൾ സന്തോഷമായില്ലേ ദേവി? ഈ ഏട്ടൻ നീ പറയുന്നതിൻ്റെ അപ്പുറം എന്തെങ്കിലും ഇന്നുവരെ ചെയ്യാതിരുന്നിട്ടുണ്ടോ? നീ ഒന്ന് ആലോചിച്ചിട്ട് പറയൂ ദേവി. ഈ ഏട്ടൻ നീ പറയുന്നതിൻ്റെ അപ്പുറത്തൊക്കെ പോവില്ല ദേവി. അതുകൊണ്ട് ഇനി അങ്ങനെയൊന്നും പറയരുത് കേട്ടോ ചക്കരെ. എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ.